രാവിലെ എഴുന്നേറ്റപ്പം മുതൽ നല്ല മഴയാണ് കേട്ടോ. എല്ലായിടത്തും മഴയാണ്. തുലാവർഷം പെയ്യണ കാരണമാണ് ഇങ്ങനെ, അതായത് കാലാവസ്ഥ ഇങ്ങനെ ഒരു പെട്ടെന്നായിരിക്കും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകിട്ടും നല്ല മഴ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നല്ലപോലെ മുറ്റൊക്കെ നനഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നില്ല, രാത്രി നല്ല മഴ, നല്ല തണുപ്പായിരുന്നു കേട്ടോ. കിടന്നുറങ്ങുമ്പോൾ നല്ല മഴ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് രാവിലെ പയറുപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചെറുള്ളിയും വറ്റൽമുളകും കൂടി ചതച്ചിട്ട് ഞാൻ പാനിലിട്ട് വഴറ്റിയതിന് ശേഷം അത് നല്ലപോലെ വാടി വരുമ്പോൾ നമ്മൾ പയറും അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇടുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇളക്കി നല്ലപോലെ മൂടി വെച്ച് ആവിയിൽ വേവിക്കുക. വേറെ കറിയായിട്ടൊന്നും പിന്നെ വേറെ വെക്കുന്നില്ല. ഇന്നലെ വെച്ച മീൻകറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു മടിയാന്ന്, പോണമെന്നില്ല, മഴ ഒന്നാമത്, എന്നാലും പോവന്നെ. പിന്നെ ഇന്ന് ബാങ്കിലൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പയറുപ്പേരി ആയിട്ടുണ്ട്. പിന്നെ ഇന്നലെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നാളെ ഇടിയപ്പം വേണം, ഇടിയപ്പത്തിലേക്ക് പാല് മതിയെന്ന്. അപ്പം ഇങ്ങനെ ന്യൂഡിൽസ് പോലെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കത്. എനിക്കും ഇഷ്ടം തന്നെ, പക്ഷേ ഉണ്ടാക്കാൻ കുറച്ച് പണിയുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും അത് ഞായറാഴ്ച ദിവസങ്ങളിൽ നോക്കിയിട്ടാണ് ഈ ഇടിയപ്പം ഉണ്ടാക്കൽ. അപ്പം അതിനിടയിൽ അത് കുഴച്ച് വെച്ച് പിന്നെ നമ്മൾ 2 തട്ടിലായിട്ട് അതിങ്ങനെ ചുറ്റി അച്ചില്ലേ, അതിൻ്റെ സേവാനാഴി എന്നൊക്കെ പറയും അതിനെ. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെ സേവാനാഴി എന്ന് പറയും, ഇടിയപ്പത്തിൻ്റെ അച്ചെന്ന് പറയും. അപ്പോൾ അതിൽ ഇങ്ങനെ ചുറ്റി 2 തട്ടിലാക്കി ഇങ്ങനെ ചുറ്റി വെച്ച് ഒരെണ്ണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് വെക്കാമല്ലോ. അപ്പോൾ സുഖമായിട്ട് 2 തട്ടുണ്ട്, 2 തട്ടിലായിട്ട് അങ്ങനെ വെച്ചു. അങ്ങനെ ഇടിയപ്പം വേഗമായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ നാളികേരമൊക്കെ ചെരുകി പാലൊക്കെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മോള് എന്നെ വിളിക്കുന്നുണ്ട് ഓരോന്നൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. രാവിലെയാണ് മൂപ്പിലാൾ പഠിക്കാനിരിക്കുന്ന സമയം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതെന്താ ഇതെന്താന്നൊക്കെ ചോദിച്ചിങ്ങനെ കുറേ വിളിക്കും, സംശയങ്ങളായിരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ മീൻ മസാല വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വറുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും